ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചു. 404.9 ഗ്രാം സ്വർണം പൂശിയ പാളിയാണ് ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിച്ചത്. ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം കമ്മീഷണറുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. വൈകിട്ട് 4 മണിയോടെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കലായിരുന്നു ഇന്നത്തെ സന്നിധാനത്തെ പ്രധാന ചടങ്ങ്. സ്ട്രോങ് റൂമിൽ നിന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വർണ്ണപ്പാളി ശ്രീകോവിലിന് മുന്നിലെത്തിച്ചു. 1.5 മണിക്കൂറോളം സമയമെടുത്താണ് ശില്പികൾ സ്വർണ്ണപ്പാളി ഇരുദ്വാരപാലക ശില്പങ്ങളിലും പുനഃസ്ഥാപിച്ചത്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ 395.2 ഗ്രാം സ്വർണമായിരുന്നു പാളികളിൽ ഉണ്ടായിരുന്നത്. 9.7 ഗ്രാം സ്വർണം കൂടി ചേർത്ത് നിലവിൽ 404.9 ഗ്രാം സ്വർണമാണ് ഇരു പാളികളിലുമായി പൂശിയിട്ടുള്ളതെന്നും ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തിരികെ പിടിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഭഗവാന്റെ ഒരു തരി സ്വർണമെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് രണ്ടും നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് നടക്കുകയും ചെയ്യും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് നാളെ നടക്കും. രാവിലെ 7 മണി മുതലാണ് നറുക്കെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നത്. 22-ന് രാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. മീഡിയ 1 സന്നിധാനം.